ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ശർക്കര മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ നഖം ചുവപ്പിക്കാനാണ് ഈ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം നമുക്കെടുക്കാം. പിന്നെ ഒരു ബൗളിൽ 2 സ്പൂൺ പഞ്ചസാര, ഒരു 1.5 സ്പൂൺ തേയിലപ്പൊടി, നമ്മുടെ പാത്രത്തിന് അനുസരിച്ച് വേണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കൊടുക്കാൻ. ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് മതിയാവും. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 2-3 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രാമ്പു, 3-4 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൈലാഞ്ചി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇല കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. തേയിലപ്പൊടിയും പഞ്ചസാരയും വെച്ച് മാത്രം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല കളറ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ശർക്കര ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഇതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഈ പണ്ടത്തെ ഈ പാട്ട ടിന്നിൽ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഡോയിൻ്റെയൊക്കെ ടിന്നുകളുണ്ടല്ലോ, അത് ഓട്സിൻ്റെ ടിന്ന് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമല്ലേ, അതുപോലത്തെ ടിന്നൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയ മൺകലം അതൊക്കെ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു ഫോയിൽ പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അത് റെഡി ആയതിനു ശേഷം ഫോയിൽ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ടെയിലിൻ്റെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് ഒരു കുഞ്ഞ് ബൗള് വെച്ച് കൊടുക്കാം. പിന്നെ എന്നിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം വേണം നമുക്കത് വെക്കാനായിട്ട്. പരന്ന പാത്രം ഉപയോഗിക്കരുത്. അതിൽ നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുഴിയുള്ള പാത്രമാകുമ്പോൾ നമുക്ക് ആവി വരുന്ന വെള്ളം, അതിൻ്റെ നീര് കറക്റ്റ് ആ പാത്രത്തിലേക്ക് വീഴുന്നതാണ്. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. എന്തെങ്കിലും നല്ല ആവി വെളിയിലോട്ട് പോകുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ആവി പുറത്ത് പോകത്തില്ല. അത് ശ്രദ്ധിക്കണം. ആവി പുറത്ത് പോവുകയാണെങ്കിൽ ഒരു തുണി എടുത്ത് ചുറ്റി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ആവി അകത്ത് നിന്ന് ആ പാത്രം നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ തട്ടി അതിൻ്റെ നീര് വേണം നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു പാത്രത്തിൽ വീഴാൻ. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായെന്ന് നോക്കണം. ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ പാത്രം ഒന്നെടുത്ത് മാറ്റി കൊടുക്കാം. നല്ല ഡാർക്ക് കളറിൽ തന്നെ അതിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാത്രം അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഒരുപാട് നല്ല ഡാർക്ക് കളറാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് നമുക്ക് നഖത്തിലിടുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ കളറ്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് വേറൊരു തണുത്തതിന് ശേഷം ഒരു ടിന്നിലിത് ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല ഡാർക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയാൽ ഇത് വൃത്തിയാവുന്നതാണ് കേട്ടോ. ഇതും നന്നായിട്ട് കരിഞ്ഞതുകൊണ്ട് അതങ്ങ് ഇളവി വരും. അപ്പം നമുക്ക് ഇനിയും അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നഖത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് കുറച്ച് ആവശ്യമേ ഉള്ളൂ. നമ്മൾ നഖത്തിൽ മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ രാത്രി വേണം നഖത്തിൽ ഇടാൻ. നന്നായിട്ടൊന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഇതാക്കി മിക്സ് ചെയ്ത്, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയല്ലാത്തൊരു ഇതിൽ വേണം എടുക്കാൻ. എന്നിട്ട് നമുക്ക് നഖത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രാത്രി ഇട്ടിട്ട് നമുക്ക് രാവിലെ ഇത് ഡ്രൈ ആയതിനു ശേഷം ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളറിൽ വേണമെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്